ഞാൻ ഇവിടെ പ്രവേശിച്ചപ്പോൾ ആദ്യം തിരുമേനിയോട് പറഞ്ഞത് 10 വർഷം കഴിഞ്ഞ് വീണ്ടും കോട്ടയത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. അതിന് ഹൃദയപൂർവ്വം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, 10 വർഷം മുമ്പ് ഞാൻ അസിസ്റ്റൻറ്റ് കളക്ടറായി എൻ്റെ ഈ ഒരു സേവന മേഖലയിൽ ആദ്യ ചുവടുകൾ എടുത്തു വെക്കുന്നത് കോട്ടയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലചക്രം തിരിയുന്നതിൻ്റെ ഒരു പ്രഭയാർന്ന ഉദാഹരണമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. അതിന് ദൈവത്തിന് മനസ്സാർന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അതിപ്രസക്തമായത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യം ഒരു പക്ഷേ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്നോ എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഒരു കുടുംബാംഗം എന്ന നിലയിൽ നമ്മൾ കാണുന്ന ഡയറക്ടർ ബ്ലെസ്സി, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ എന്നെയും പ്രചോദിപ്പിച്ചു എന്ന് വേണം പറയുവാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോണം, ഡോക്ടറായതുകൊണ്ട് അത് ഞാൻ ബാക്കി വെച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്നെനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയും എന്തുകൊണ്ടാണ് ഈ ആദ്യ ചുവട് അതിലേക്ക് എടുത്തു വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് ഈ ഒരു ഡ്രഗ്സ് ഇറ്റ് കൂട്ടായ്മയിൽ ആ ഒരു ചോദ്യത്തിനുള്ള പല ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ആരായാൻ സാധിച്ചാൽ ഈ ദിവസത്തിൻ്റെ പൊരുൾ നമ്മൾ നേടിക്കഴിഞ്ഞു എന്ന് ഞാൻ കരുതും. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും അതിൽ നിന്നും എങ്ങനെയാണ് ആളുകളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ആദ്യ ചുവട് എന്നുള്ളത് അതിപ്രധാനമാണ്. ആദ്യ ചുവടിൽ നമുക്ക് അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള സാർത്ഥകമായിട്ടുള്ള ഒരു സംഭാവന തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. പലരും കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ലഹരിക്ക് അടിമപ്പെടുന്ന ഓരോ വ്യക്തിയും, പ്രായഭേദമന്യേ ഓരോ വ്യക്തിയും ഇത് എനിക്കോ എൻ്റെ ശരീരത്തിനോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ നാടിനോ എൻ്റെ ഭാവിക്കോ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും എന്ന മിഥ്യാധാരണയിലല്ല ഈ ആദ്യ ചുവടെടുത്ത് വയ്ക്കുന്നത്. ലഹരിക്ക് അടിമപ്പെടുന്ന ഏതൊരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാലും, അബദ്ധത്തിൽ മറ്റാരെങ്കിലും കെണിയിൽപ്പെടുത്തുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മൾ സ്വതവേ ബോധപൂർവം ഒരു തീരുമാനമെടുത്ത് ഈ ആദ്യ ചുവട് വയ്ക്കുന്ന വ്യക്തികൾ, ഇവരെല്ലാവരും ഒന്നുകിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, ഈ പ്രായത്തിൽ അതൊക്കെ നമ്മളും ചെയ്യണം എന്നുള്ള ഒരു ചെറിയ കൗതുകത്തിൻ്റെ പേരിലായിരിക്കും കയറുക. അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ദൂഷ്യവശങ്ങൾ, എന്താണ് ഭവിഷ്യത്ത് എന്നുള്ളതെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷവും അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് അതിസാഹസികതയുടെ ഒരു പ്രതീകമാണ് എന്ന് കരുതിക്കൊണ്ട് അതിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ട്. ഇനി മൂന്നാമത്, ഒരു പക്ഷേ ജീവിതത്തിൽ മറ്റു കുറേ ക്ലേശങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നത് കൊണ്ട് ഒരല്പം നന്നല്ലാത്ത മാനസികാവസ്ഥയുടെ പേരിൽ എവിടെന്നെങ്കിലും വളരെ എളുപ്പത്തിൽ എനിക്കൊരു മോചനം ലഭിക്കണമെന്ന് കരുതി ഇതിലേക്ക് വഴുതി വീഴുന്നവരുണ്ട്. പ്രധാനമായും ഈ 3 കാരണങ്ങളാണ് ആളുകൾ പറയാറുള്ളത്. വസ്തുത എന്താണെന്നുള്ളത് കുറേ കൂടെ അവരുമായി സംസാരിച്ച് മനസ്സിലാക്കിയാൽ, കുറേ കൂടെ വ്യക്തികളുമായി സംസാരിച്ച് മനസ്സിലാക്കിയാൽ, കുറേ അധികം കഥകളും അനുഭവങ്ങളും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ 3 കാരണങ്ങളാണ് പൊതുവെ സാധാരണഗതിയിൽ നമ്മൾ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോയാൽ ഇത്തരത്തിലുള്ള വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന കുറച്ച് കാരണങ്ങൾ. ഇനി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഈ പറഞ്ഞ കൗതുകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സാഹസികതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആശ്വാസത്തിന് വേണ്ടിയോ, ഈ 3 കാരണങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്, 1, 2, 3 പ്രാവശ്യം
ഈ മരുന്നുകൾ എന്നവയെ ശരിക്കും നമ്മൾ പറയാൻ പാടില്ല അല്ലേ? കാരണം മരുന്നെന്നുള്ളത് നമ്മുടെ ഒരു രോഗാനുവൃത്തിയിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പദാർത്ഥം എന്ന് തന്നെ ഞാൻ പറയാം, അതായിരിക്കും കുറച്ചുകൂടെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ രാസവസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ തന്നെ 1, 2, 3 പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും തിരിച്ചു വരുവാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് അടുത്ത പ്രസക്തമായ ചോദ്യമാണ്. ആദ്യത്തെ പ്രസക്തമായ ചോദ്യം ഈ ആദ്യ ചുവട് നമ്മൾ എന്തുകൊണ്ട് അതിലേക്ക് വയ്ക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ആദ്യ ചുവട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ്. ഞാനിവിടെ നമ്മൾ എന്നാണ് പറയുന്നത്. നേരത്തെ ബ്ലെസ്സി ചേട്ടൻ പറഞ്ഞതുപോലെ ഈ മുറിയിലിരിക്കുന്നവരാരും തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരല്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എങ്കിലും ആ പദം ഞാൻ ഉപയോഗിക്കുവാനുള്ള കാരണം, നമുക്ക് they say that അടിമത്തം എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സ്ലേവറി എന്നുള്ളതൊരു വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അല്ലേ, അബോളിഷിങ് സ്ലേവറി എന്നുള്ളത്. അപ്പോൾ അടിമത്തത്തിൻ്റെ ചങ്ങലകളെ മുറിച്ച് കളയുക എന്നുള്ളത് വലിയൊരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലോകത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു വാണ്ട് ടു അബോളിഷ് സ്ലേവറി, you not only stop becoming a slave, but you also stop becoming a master. അടിമത്തം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ, തുടച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ അടിമയാകില്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ യജമാനനാകില്ല എന്നുള്ളത് നമ്മൾ തുല്യബോധത്തോടു കൂടി എടുത്തു പിടിക്കണം. ഈ ഒരു അടിമത്തത്തിൻ്റെ പോരാട്ടത്തിലും അതുതന്നെയാണ് നമുക്കുണ്ടാകേണ്ടുന്ന കാഴ്ചപ്പാട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം നമ്മൾ ആരും തന്നെ ഇതിൽ നിന്നും ഒരു പടി മുകളിലാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവരുത്. ആരുടെ കാലിനെയും കുത്തി നോവിപ്പിക്കുന്ന മുള്ളൻ ആത്മാവിൽ തുളച്ചു കയറും എന്ന് ബാലാമണി അമ്മ പറഞ്ഞതുപോലെ, ആരുടെ ജീവിതത്തിലാണെങ്കിലും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ ഒരു ഇടിച്ചുകയറ്റം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ കുത്തി നോവിപ്പിക്കുന്ന, നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വേണം നമ്മൾ ഈ ഒരു ഉദ്യമം, ഈ ഒരു യജ്ഞം ആരംഭിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഒത്തൊരുമിച്ച് നമ്മൾ എന്നുള്ള ഒരു പദം ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമത്തെ കാര്യമാണ്, അതിൻ്റെ ഇടയിലാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആദ്യ ചുവട് എന്തുകൊണ്ട് വെക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് നമുക്കതിൽ നിന്നും പിന്തിരിയാൻ സാധിക്കാത്തത് എന്നുള്ളത്. ഒരു ബസ്സിൽ കയറി യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബസ് നിർത്തി വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി തിരിച്ച് നടന്നു പോകാനായിട്ടുള്ളൊരു ബോധം നമുക്ക് വേണം അല്ലേ? പക്ഷെ ആ ഒരു ബോധം പലപ്പോഴും ഈ ഒരു യാത്രയിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ബ്ലെസ്സി പറഞ്ഞതുപോലെ ശാസ്ത്രം അവിടെ വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഈ ജനിമൃതി സാഗരത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും വളരെ വ്യത്യസ്തമായ വിസ്മയപൂർണമായിട്ടുള്ള അനവധി പ്രക്രിയകൾ ഇങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രസക്തമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കിയാൽ, ദ ന്യൂറോ സയൻസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ എന്ന് നിങ്ങൾ നോക്കിയാൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ, അതായത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ 3 ഭാഗങ്ങളാണ് സാധാരണഗതിയിൽ. ഒന്ന് ലളിതവൽക്കരിച്ച് പറയുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ 3 ഭാഗങ്ങളാണ് നമുക്ക് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അതിനെ നമുക്ക് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ABC എന്ന് വിളിക്കാം. അപ്പോൾ ABC ഓഫ് ന്യൂറോ സയൻസ് ആൻഡ് ഡ്രഗ് അഡിക്ഷൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, 1
എ ഫോർ അമഗ്ഡില എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എക്സ്റ്റെൻഡഡ് അമഗ്ഡില എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം. ബി എന്ന് പറയുന്നത് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. 3 കോർട്ടെക്സ്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ പേരുകൾ ഒരു പക്ഷേ കുറച്ച് സങ്കീർണമാണെങ്കിലും ഇവയുടെ പ്രവൃത്തി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മെ സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും എല്ലാം അനുഭവിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഈ ഭാഗങ്ങളെല്ലാം പ്രവർത്തിച്ച് കഴിയുമ്പോൾ വളരെ ലളിതമായി നമുക്ക് ജീവിതം നയിക്കുവാനുള്ള ഒരു വഴി ഒരുക്കി തരികയാണ് ചെയ്യുക ശരിക്കും. അപ്പോൾ ഈ 3 ABC ഓഫ് ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ ഈ 3 എണ്ണം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ലളിതമായി ഒന്ന് പറയാൻ ശ്രമിക്കാം. ബേസൽ ഗാംഗ്ലിയ എന്നുള്ളത് ആദ്യം നോക്കാം. ബേസൽ ഗാംഗ്ലിയക്കുള്ളിലെ ഒരു 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 വളരെ ചെറിയ ഒരു ഭാഗമുണ്ട്, ന്യൂക്ലിയർ അക്യുംബൻസ് എന്ന് പറഞ്ഞ്. അത് പോട്ടെ, പേര് പോട്ടെ. പക്ഷേ ബേസൽ ഗാംഗ്ലിയ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മോട്ടിവേഷൻ ഓർ റിവാർഡ് സെൻറ്റർ എന്നുള്ളതാണ് ബേസൽ ഗാംഗ്ലിയയുടെ ഈ ഭാഗം നമുക്ക് പ്രസക്തമാക്കുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു ഉന്മാദം ലഭിക്കുക, ആ ഉന്മാദം തുടരെ തുടരെ ആ പ്രവൃത്തി ചെയ്യുവാനായി ഒരു പ്രചോദനമായി മാറുക എന്നുള്ളത് ഈ ബേസൽ ഗാംഗ്ലിയയിലെ ഒരു സെൻറ്ററിനെ നമ്മളിങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിനെ റിവാർഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വേഗത്തിൽ ഇതിനെ ഇപ്പോൾ ഇതിലൊക്കെ ഓരോ ലൈറ്റ് ബൾബ് വെച്ചേക്കുന്നു എന്ന് നിങ്ങളൊന്ന് ഭാവിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഈ ലൈറ്റ് ബൾബ് കത്തുന്നത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും, ഈ ബേസൽ ഗാംഗ്ലിയയിലെ ഈ പറയുന്ന ന്യൂറോണൽ സെൻറ്റേഴ്സിലെല്ലാം. ഇനി ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതേ ഇടത്തിൽ ഇതേ തരത്തിലുള്ള ഉന്മാദം ഉണ്ടാകുമോ? ഉണ്ടാകും. നമുക്ക് പലർക്കും പല പ്രവൃത്തികളിലൂടെ ഇതേ ഉന്മാദം ലഭിക്കും. ചിലർക്ക് വളരെ നല്ല രീതിയിൽ പാചകം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മാദമുണ്ട്. ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനസ്സിന് നൽകുന്ന ഒരു സംതൃപ്തി, അതൊന്ന് വേറെയാണ് അല്ലേ. ചിലർക്ക് ഫുട്ബോൾ കളിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഉന്മാദമുണ്ട്. പിടിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള ഒരാവേശമാണ് ആ സമയത്ത് ഉണ്ടാവുക. ചിലർക്ക് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അതേ തരത്തിലുള്ള ഒരു ഉന്മാദമുണ്ട്. ഇതെല്ലാം ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളതാണ്. ബ്രെയിനിൻ്റെ, മസ്തിഷ്കത്തിൻ്റെ ഈ ഭാഗത്തിൽ എന്തൊക്കെ പ്രവൃത്തികളാണ് ഇതേ ലൈറ്റുകൾ കത്താനായിട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏത് പ്രവൃത്തിയിലൂടെയും ഈ പറയുന്ന റിവാർഡ് മോട്ടിവേഷൻ സെൻറ്ററിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും, അത് പുസ്തകം എഴുതുന്നതാവട്ടെ, പാചകം ചെയ്യുന്നതാകട്ടെ, എക്സസൈസ് ചെയ്യുന്നതാകട്ടെ, കായിക വിനോദത്തിൽ ഏർപ്പെടുന്നതാകട്ടെ, പ്രാർത്ഥിക്കുന്നതാകട്ടെ, എന്തുമാകട്ടെ, ഇതിനെല്ലാത്തിനും പിറകിൽ എന്തുണ്ട്? അധ്വാനമുണ്ട് അല്ലേ? അധ്വാനമുണ്ട്, ക്ഷമ വേണം. അധ്വാനിച്ച് കുറച്ച് നേരം കഴിഞ്ഞാലേ ആ ഫലപ്രാപ്തിയിൽ നമ്മൾ എത്തുകയുള്ളൂ. ആ ഫലപ്രാപ്തിയിൽ എത്തുമ്പോഴാണ് ഈ പറയുന്ന റിവാർഡ് സെൻറ്റർ പെട്ടെന്ന് കത്തുന്നത്. എന്നാൽ ഇതെല്ലാം ഒറ്റയടിക്ക് മാറ്റിക്കൊണ്ട് ഒരധ്വാനവും വേണ്ട, ഒരു ക്ഷമയും വേണ്ട, പക്ഷേ ആ ലൈറ്റ് ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ കത്തും എന്നുള്ളതാണ് ശരിക്കും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒരു സുഖം ഉണ്ടാവും, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു ചെറിയ സുഖം ഉണ്ടാവും, മൂന്നാമത്തെ പ്രാവശ്യം സുഖം ഉണ്ടാവും, നാലാമത്തെ പ്രാവശ്യം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സുഖമുണ്ടാകും. കാരണം ഈ പറയുന്ന ബ്രെയിനിലെ ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഈ വളരെ ഹ്രസ്വമായിട്ടുള്ള, വളരെ വേഗത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ലഹരി പദാർത്ഥത്തിന് പ്രതികരിച്ചു തുടങ്ങുമ്പോൾ അത് പിന്നീട് ക്ഷമാപൂർവം അധ്വാനശീലത്തോടു കൂടി ഈ പടികൾ കയറി പോകുവാനുള്ള ഒരു രീതി അങ്ങ് മറക്കും. ലിഫ്റ്റിൽ കയറി പോയി പിന്നെ നമുക്ക് പടി കയറി പോകാൻ പറ്റാതെ ആകുന്ന ഒരവസ്ഥയിലേക്ക് ബ്രെയിനിലെ ഈ സെൻറ്റർ സ്ഥായിയായി മാറിക്കഴിയും. അങ്ങനെയാകുമ്പോൾ പിന്നീട് നമുക്ക് ഈ പറയുന്ന അധ്വാനത്തിലേക്ക് തിരിച്ചു വന്നാലും ആദ്യം പറയുന്ന ഉന്മാദം ലഭിക്കില്ല. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് പല കാരണങ്ങളാൽ
പല അമ്മമാരും കുപ്പിപ്പാൽ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് ഈ അമ്മമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആദ്യം മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് കുപ്പിപ്പാൽ കുടിച്ച് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് മുലപ്പാലിലേക്ക് തിരിച്ചു വരിക കുറച്ച് പ്രയാസകരമായിരിക്കും അല്ലേ? കാരണം കുഞ്ഞിന് കുറേ കൂടെ അധ്വാനിക്കണം അമ്മയിൽ നിന്നും പാല് വലിച്ചെടുക്കുവാനായിട്ട്. കുപ്പിപ്പാലിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പാല് വായ്ക്കുള്ളിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് അത് ജനിച്ച് വീഴുമ്പോൾ തൊട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ജൈവികമായിട്ടുള്ള ഒരു ശീലമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആ ഫലപ്രാപ്തിയിലെത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അധ്വാനിക്കുന്നത്? അത് തന്നെയാണ് ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഈ ഒരു ഫലപ്രാപ്തിയിലും ഉന്മാദത്തിലും ആനന്ദത്തിലും പ്രചോദനത്തിലേക്കുമൊക്കെ എത്താനുള്ളൊരു വഴി ആ പാർട്ടങ്ങ് മറക്കുകയാണ്. സ്വിച്ച് ഇടുമ്പോൾ കത്തണം, അതിന് മാത്രമേ അതിനെ കൊണ്ട് ശേഷിയുള്ള രീതിയിൽ അതങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. അമഗ്ഡില എന്ന് ഞാൻ പറഞ്ഞത്, ഈ അമഗ്ഡില എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ, അതായത് 1, 2, 3, 4 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അടിമത്തത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ ഒരു അവസ്ഥയിൽ അതങ്ങ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഈ പറയുന്ന ലഹരി പദാർത്ഥം നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു വെപ്രാളം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വെപ്രാളം, ആ ഒരു വെപ്രാളവും പ്രയാസവും ക്ലേശവും എന്തെന്നില്ലാത്ത ഒരു ത്വരിതമായിട്ടുള്ള മാനസിക പ്രവർത്തനങ്ങൾ. വളരെ പെട്ടെന്നാണ് ആ സമയത്ത് അവർ പല കാര്യങ്ങളും ചെയ്യുക, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ കാരണമായിട്ടുള്ള ഒരിടമാണ് ഈ അമഗ്ഡില എന്ന് പറയുന്ന ഒരിടം. വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കും. ഈ വിഡ്രോവൽ സിംറ്റംസ് എല്ലാം വരുന്നത് ഈ സമയത്ത് ഈ ഒരു ഭാഗം വളരെയധികം ആക്ടിവേറ്റ് ആകും എന്നുള്ളത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തത് ഞാൻ പറഞ്ഞ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നമുക്ക് എയും ബിയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിടം വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടിങ്ങനെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നു, ഇറിറ്റബിലിറ്റി ഉണ്ടാക്കുന്നു, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ മെഡിക്കൽ സ്ലാങ്ങിൽ പറയാറുണ്ട്. അത് അമഗ്ഡില ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേയിടത്ത് ബേസൽ ഗാംഗ്ലിയ സാധാരണഗതിയിൽ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രചോദനവും സന്തോഷവും ഒക്കെ വരാനുള്ള വഴികളെല്ലാം ഇങ്ങനെ അടച്ചുപൂട്ടി നിർത്തിയേക്കുകയാണ്. കാരണം അതിനൊരു എളുപ്പ വഴി നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതുകൊണ്ട്. ഇത് കാരണം സംഭവിക്കുന്നത് ഈ പറയുന്ന കോർട്ടെക്സ് എന്നുള്ള ഒരിടത്തിൽ നമുക്ക് സംയമനത്തോടു കൂടി എങ്ങനെയാണ് പെരുമാറേണ്ടുന്നത്, എങ്ങനെയാണ് ഒരു സാമൂഹികമായ രീതിയിൽ ജീവിക്കേണ്ടത്, നമ്മൾ സമചിത്തതയോടുകൂടി എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള മനുഷ്യൻ്റെ ഹയർ ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നതെല്ലാം ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലാണ് നടക്കുന്നത്. അതെല്ലാം നമുക്ക് നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ ഒരു ഹാളിൽ ഇരുന്നു കൊണ്ട് പെട്ടെന്നൊരു വ്യക്തി അവിടെ ഇരിക്കുന്നതിന് പകരം മുകളിൽ കയറി ഈ ടേബിളിൽ കയറി വന്ന് ഡാൻസ് കളിക്കുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ പെട്ടെന്ന് വിവസ്ത്രനാകുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു കത്തി എടുത്തുകൊണ്ട് നിന്നെ ഞാൻ കുത്തുമെന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ അവസരത്തിന് യോജിച്ചതല്ല, ഈ കൂട്ടായ്മയ്ക്ക് യോജിച്ചതല്ല, ഈ സമൂഹത്തിൽ അംഗീകൃതമല്ല, നമ്മളത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊക്കെയുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് ശരിക്കും ഈ പറയുന്ന മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം വീണ്ടും പ്രശ്നത്തിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ABC എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് ലളിതവൽക്കരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതൊക്കെ ഭാഗത്തിലാണ് നമുക്ക് ഇടപെടൽ നടത്താൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറേ കൂടെ വ്യക്തമായി ചിന്തിക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ ABCയിൽ നിന്ന് തന്നെ നമുക്ക് അതിനുള്ള ഒരു ഉത്തരത്തിലേക്കും കൂടി പോകേണ്ടതായിട്ടുണ്ട് അല്ലേ? അതും അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തേത്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു? അധ്വാനം എന്നുള്ളത്.
എന്നോട് ചോദിച്ചാൽ നമ്മുടെ യുവതലമുറയ്ക്ക്, നമ്മുടെ കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഭവിഷ്യത്തുണ്ടാക്കുന്ന അപകടകാരികളായിട്ടുള്ള പദാർത്ഥങ്ങളാണ് എന്നുള്ള അവബോധം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഇതറിയാതെ ഇതിലേക്ക് എടുത്ത് ചാടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഇതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവരാണ്. അപ്പോൾ ഈ അടിമത്തത്തിന് എതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെതിരായി നമ്മൾ പോരാടുമ്പോൾ, അവബോധം എന്നത് മാത്രം അതിന് ഉത്തരമല്ല. അവബോധമല്ല, മറിച്ച് അധ്വാനമാണ് അടിമത്തത്തിൻ്റെ വിപരീതമെന്ന് ഞാൻ പറയും ഇവിടെ. അതിൻ്റെ ശാസ്ത്രവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അറിവ് മാത്രം പോരാ, അവബോധം മാത്രം പോരാ, മറിച്ച് അധ്വാനശീലങ്ങൾ നമുക്ക് കുട്ടികളിൽ വളർത്താൻ സാധിക്കണം. അധ്വാനശീലങ്ങൾ വളർത്തുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ നമ്മുടെ റിവാർഡ് സെൻറ്റർ, മോട്ടിവേഷൻ സെൻറ്റർ എന്നുള്ളത് അധ്വാനിച്ച് അതിൽ നിന്നും ഒരു സംതൃപ്തി കണ്ടെത്താനും ഉന്മാദം കണ്ടെത്താനുമുള്ള നമ്മുടെയൊക്കെ ശീലങ്ങൾ വീണ്ടും പഠിച്ചെടുക്കും. അങ്ങനെ പഠിച്ചെടുത്താൽ മാത്രമേ ഈ ക്ഷണനേരത്തിൽ ലഭിക്കുന്ന ഉന്മാദത്തിന് വിട പറയാനായിട്ട് അവർക്ക് സാധിക്കൂ. കേരളത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളമുള്ള, ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നുള്ളത്, അല്ലെങ്കിൽ നാടകങ്ങളുടെ പ്രസ്ഥാനം എന്നുള്ളത് എത്രമാത്രമാണ് സാമൂഹികമായി ഒരു വലിയ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചതെന്ന് നമുക്കറിയാം. അതുപോലെ ഇന്ന് നമുക്ക് അധ്വാന ശില്പശാലകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകണം. കുട്ടികൾക്ക് വന്ന് അധ്വാനിക്കുവാൻ ഒരിടം, അത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല. പണ്ട് നമ്മുടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. ഇന്ന് സ്വന്തം വീടുകളിൽ എത്ര കുട്ടികളാണ് അധ്വാനിക്കുന്നത്? അത് സോഷ്യൽ സ്റ്റേറ്റസിൻ്റെ പേരിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. എത്ര സമ്പന്നരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ എത്ര കുട്ടികളാണ് വേറൊരു ഗതിയില്ല എന്നുള്ള ഒരവസ്ഥയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നത്. പക്ഷെ അധ്വാനിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനും മതിക്കും വേണ്ടിയിട്ടാണ് എന്ന ചിന്തയോടുകൂടി, എന്ന അറിവോടുകൂടി നമ്മൾ അധ്വാനിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല. ഇപ്പോൾ ഇന്നിവിടെ വളരെ മനോഹരമായിട്ടൊരു കൊയർ സംഘം ഉണ്ടായിരുന്നു, പാട്ടുപാടി. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പലയിടത്തും ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ചെണ്ടമേളവും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ പൊതുവേദികളിൽ പോകുമ്പോൾ ചെണ്ടമേളത്തിൻ്റെ നല്ല സൗണ്ട് കേൾക്കും. അപ്പോൾ അവൻ പെട്ടെന്ന് എന്നോട് ചോദിക്കും, എവിടെ ചെണ്ട മാമ എവിടെയെന്ന് ചോദിക്കും. പോയി കാണണം, ചെണ്ട കൊട്ടുന്നത് കാണും. അപ്പോൾ ചെണ്ട കൊട്ടുന്നത് കാണുമ്പോൾ അതിൻ്റെ ഓരോ ചെറിയ സൂക്ഷ്മമായി അവനെ നിരീക്ഷിക്കാറുണ്ട്. അവരെങ്ങനെയാണ് കൊട്ടുന്നത്, കയ്യിലെങ്ങനെ പിടിക്കും എന്നൊക്കെയുള്ളത്. അപ്പോൾ പലയിടങ്ങളിലും പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ചെണ്ടമേളക്കാർ വന്ന് കൊട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അതിനൊരു എളുപ്പ വഴിയുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ച് ഒന്ന് പ്ലേ ചെയ്യാമെന്നുള്ളൊരു എളുപ്പ വഴി. അപ്പോൾ അതല്ലാതെ ഇന്ന് കൊയർ സംഘം വന്ന് നമ്മുടെ മുന്നിൽ പാടുന്നു എന്നുള്ളത് ഈ അധ്വാനശീലത്തിൻ്റെ ഒരു പ്രകാശനമാണ്. അത് നമ്മൾ കാണുന്നില്ല, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഈ സമൂഹത്തിൽ ഓരോ ഇടങ്ങളിലും നമുക്ക് എത്ര വേഗത്തിലാണ് ഒരു കാര്യം നടത്താൻ സാധിക്കുക, എങ്ങനെയാണ് കുറുക്ക് വഴിയിലൂടെ, എളുപ്പ വഴിയിലൂടെ ഒരു കാര്യം നടത്താൻ സാധിക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ്റെ അധ്വാനശീലം കുറയ്ക്കുവാൻ വേണ്ടി സാങ്കേതിക വിദ്യയും ആധുനികതയും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം എടുത്തു മാറ്റണം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ചെടി നടാനായിട്ട് അവൻ പുറത്തിറങ്ങുമ്പോൾ, ഒരല്പ സ്ഥലമുണ്ട് വീട്ടിൻ്റെ മുന്നിൽ. അപ്പോൾ ചെടി നടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനും അമ്മയും ഒക്കെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കാണും. പക്ഷേ ഇപ്പോൾ ഈ സമ്മർ വെക്കേഷൻ വന്നപ്പോൾ ഞാൻ ഓർത്തു പാചകം ചെയ്യാൻ, ഈ ഗാർഡനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാനായിട്ട്, ഇതൊക്കെ കുട്ടികൾക്ക് പരസ്പരം ചെയ്ത് പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇടമുണ്ടോ എന്നുള്ളത് ഞാൻ ആവുന്നത് അന്വേഷിച്ചു. 2 മാസമായിട്ട് ഒരിടവുമില്ല. ഫുട്ബോൾ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, പാട്ട് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, എഴുതാൻ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അധ്വാനിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളില്ല. അത് വീടുകളിൽ ഒന്നുകിൽ കുട്ടികളെ അധ്വാനശീലരായി വളർത്തണം,
അങ്ങനെ വീടുകളിൽ വളർത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ അതിനെ ഏറ്റെടുക്കണം. അധ്വാനശീലരായ കുഞ്ഞുങ്ങൾ വളരണം. അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള പരിഹാരമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. എത്ര അവബോധം നടത്തിയാലും അധ്വാനശീലം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പരസ്പരം കത്തുകൾ എഴുതി ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ അതിനൊരു മറുപടി കിട്ടുവാനായി കാത്തിരുന്ന, സന്തോഷപൂർവ്വം കാത്തിരുന്ന ഒരു തലമുറയാണ്. അതിൽ നിന്നും ഇപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജ് അങ്ങോട്ട് പോയി അതിലൊരു നീല ടിക്ക് വന്നിട്ട് തിരിച്ച് ആ നിമിഷം മറുപടി വന്നില്ല എന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ അടർന്നു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അധ്വാനശീലം, ക്ഷമ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ ഇത്തരത്തിലുള്ള അടിമപ്രവർത്തികൾക്ക് കൂടുതൽ അനുയോജ്യരാക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ബന്ധങ്ങളെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അതിൽ നിന്ന് രണ്ടാമത്തെ എ എന്നുള്ളത് ആ എന്നാക്കി ഞാൻ അധ്വാനം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ബി എന്നുള്ളത് ബ എന്നാക്കി ബന്ധങ്ങളിലേക്ക് വരാം. അപ്പോൾ രണ്ടാമത്തേത് ബന്ധങ്ങളാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ എന്നുള്ളതിന്? ഏറ്റവും അധികം ബന്ധങ്ങളുള്ള വ്യക്തികൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ളവർ എന്ന് നമ്മുടെയൊക്കെ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ ഒരു ക്ഷണനേരത്തിൽ പറന്നു വന്നിരിക്കുകയും അടുത്ത ക്ഷണനേരത്തിൽ തിരിച്ച് പറന്നു പോവുകയും ചെയ്യുന്ന ബന്ധങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കെട്ടുറപ്പുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബന്ധങ്ങളുടെ രൂപവും ഭാവവും എല്ലാം മാറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. ഗൂഢമൻ നെഞ്ചിൽ നിന്ന് ഊരിയെറിഞ്ഞു ഞാൻ വാടിയ പൂക്കൾ തൻ മാല്യം എന്ന ബാലാമണിയമ്മയുടെ തന്നെ മറ്റൊരു കവിതയിലെ ഒരു വരിയാണ്. അത്തരത്തിലുള്ള ഗൂഢമൻ നെഞ്ചിൽ നിന്ന് ഊരിയെറിഞ്ഞു ഞാൻ വാടിയ പൂക്കൾ തൻ മാല്യം, ജീവിതാനന്ദം എന്ന് പ്രായമാകുമ്പോൾ ആ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് നമ്മൾ സമാധാനത്തോടുകൂടി ജീവിത അന്ത്യത്തിലേക്ക് കടക്കുക ആനന്ദപൂർവ്വം എന്നുള്ളത് പറയുന്ന ഒരിടമാണ്. അത് അന്ത്യത്തിൽ മാത്രമല്ല, ആരംഭം മുതൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊക്കെയുള്ള വാടിയ പൂക്കളുടെ മാല്യം എടുത്തു നമ്മൾ കളഞ്ഞുകൊണ്ടേയിരിക്കണം, പുതിയ പൂക്കൾ വരുവാൻ, പുതിയ പുഷ്പങ്ങൾ കിളിർക്കുവാനായി. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമുക്ക് അതിനായിട്ടുള്ള ഒരു വൃക്ഷത്തിന് പുഷ്പിക്കാൻ എന്തൊക്കെയാണ് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വേണോ, സൗകര്യങ്ങൾ വേണോ, അതെല്ലാം മനുഷ്യനും വേണം അല്ലേ? നല്ല മണ്ണുണ്ടാകണം, വെള്ളം ഉണ്ടാവണം, പ്രകാശം ഉണ്ടാവണം, മറ്റു പുഷ്പങ്ങളും മറ്റ് ചെടികളും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ അതിലും സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായൊരു ഉദ്യാനമായി നമ്മുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ കെട്ടുറപ്പുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാകണം എന്നത് അതിപ്രധാനമാണ്. അത്തരത്തിൽ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രചോദിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു സേഫ്റ്റി നെറ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും, ഞാൻ വെല്ലൂരിൽ നിന്നും MBBS ഒക്കെ പൂർത്തീകരിച്ച് തിരിച്ച് സിവിൽ സർവീസിന് പഠിക്കുവാനായി കേരളത്തിലേക്ക് വന്ന സമയത്ത് ഒപ്പം മറ്റൊരു സമാനമായ MBBS കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ നിൽക്കുന്ന മറ്റൊരു ഉദ്യോഗാർത്ഥിയെ ഞാൻ കണ്ടുമുട്ടി. ഉദ്യോഗാർത്ഥി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ഡോക്ടേഴ്സാണ് ശരിക്കും. അപ്പോൾ നല്ല അടുപ്പമുള്ള ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരാഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ആഗ്രഹം? ഒരു IV ലൈൻ ഉൾപ്പെടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വെച്ചുകൊണ്ട്, ECG ലീഡ്സും IV ലൈനും ഒക്കെ ഉൾപ്പെടെ എല്ലാം വച്ചുകൊണ്ട് എനിക്ക് ഈ പറയുന്ന ഹൈ എന്താണ് എന്നൊന്ന് അറിയണം എന്ന്. എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കളെയൊക്കെ ചുറ്റും നിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത് പരീക്ഷിക്കുന്നത്? അല്ലേ, നമ്മൾ ഇതിൽ ഈ പെട്ടുപോകുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്, പക്ഷെ അതിൽ എന്തോ ഒരു ത്രില്ലുണ്ടെന്ന് അവരെയൊക്കെ കാണുമ്പോൾ അവർ പറയുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നോടും ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള
ഒന്ന് രണ്ട് മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞു അദ്ദേഹം. അപ്പോൾ സമാനമായിട്ടുള്ള മറ്റു സുഹൃത്തുക്കൾ അതേ കോളേജിൽ തന്നെ, അതേ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ഈ പറയുന്ന സുരക്ഷാ പരിരക്ഷയൊക്കെ നൽകേണ്ടുന്ന മറ്റു ഡോക്ടർമാരായിരുന്നു. അപ്പം ഞാനും പറഞ്ഞു, അവരും പറഞ്ഞു, ഒരു വിധവും അതിനെ ഞങ്ങൾ സമ്മതിക്കില്ല. ആദ്യം പറഞ്ഞപ്പോൾ പുള്ളിക്ക് അല്പം ഒരു ദുഃഖമുണ്ടായി. എൻ്റെ ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിട്ട് ഞാൻ ഒരു പ്രാവശ്യമേ ചോദിക്കുന്നുള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് എനിക്ക് വേണ്ടി ചെയ്തു തരാത്ത എന്നുള്ളൊരു മട്ടിലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഒരു 2-3 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അന്ന് ഞങ്ങളെല്ലാവരും കൂടെ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് പുള്ളിയുടെ ആഗ്രഹത്തെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. ശരിക്കും വേറൊന്നും വെച്ചിട്ടല്ല, സംസാരത്തിലൂടെ മാത്രം. എന്തുകൊണ്ടാണ് അത് നീ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് പൂർണ്ണ ബോധ്യം വരുത്തിക്കൊണ്ട് മാത്രം. പക്ഷെ അതിന് ശേഷം 2-3 വർഷത്തിന് ശേഷം അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം, ഒരു ചെറിയ കാര്യമായിരിക്കാം, ഞാനൊരു സഹായം ചോദിച്ചപ്പോൾ അത് നിങ്ങൾ നിരസിച്ചു എന്നുള്ളത് അന്ന് എനിക്ക് കുറച്ച് നീരസം ഉണ്ടാക്കിയെങ്കിലും ഇന്ന് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ സംഭാവന അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന്. അദ്ദേഹം ഇപ്പോൾ വളരെ വലിയൊരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഒരുപാട് പേർക്ക് സഹായം നൽകുന്ന ഒരു മനുഷ്യനാണ്. ആധ്യാത്മികമായി വളരെ മുന്നാക്കം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ഒക്കെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു നിമിഷം ഉണ്ടായേക്കാം എന്നുള്ളതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആ സമയത്ത് ബന്ധങ്ങൾ എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ പരിരക്ഷയ്ക്കുമായി മുന്നോട്ട് വരുന്ന ബന്ധങ്ങളായിരിക്കണം. ഇത് തുറന്ന് പറയുവാനുള്ളൊരു അടുപ്പുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ആ ബന്ധത്തിൻ്റെ ഒരു വലിപ്പത്തിനെ കാണിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം, ബന്ധങ്ങൾ എന്നുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞത് അധ്വാനശീലം വളർത്തുക, രണ്ടാമത്തേത് ബന്ധങ്ങൾ കെട്ടുറപ്പോടുകൂടി ഉണ്ടാക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് തീർച്ചയായിട്ടും സർഗാത്മികത തന്നെയാണ്. സർഗാത്മികത എന്ന് ഞാൻ പറയുമ്പോൾ അത് സംഗീതവും നാടകവും സിനിമയും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ അനുദിനം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സർഗാത്മികതയ്ക്കൊരിടമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പാചകം മുതൽ, തയ്യൽ മുതൽ, പ്രാർത്ഥന മുതൽ, നമ്മുടെ തൊഴിലിടങ്ങൾ നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ളത് മുതൽ എല്ലാ കാര്യങ്ങളിലും സർഗാത്മികതയുടെ ഒരു ശീലുണ്ട്. ആ ശീലിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നും എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിനെ ഉപകാരപ്രദമാക്കി മാറ്റേണ്ടതെന്നും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. സർഗാത്മികത എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെയധികം ആഘോഷപൂർവ്വം ആനന്ദപൂർവ്വം ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക, അല്ലേ? ഒരു ഉത്സവം, ഒരു പൂരം, ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ട് പാടുന്നു, നൃത്തം വെക്കുന്നു. അപ്പോൾ സർഗാത്മികതയ്ക്കും ആഘോഷത്തിനും ഉല്ലാസത്തിനുമൊക്കെ തമ്മിൽ നമ്മളൊരു അനിർവചനീയമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ നൽകിയിട്ടുണ്ട്, അല്ലേ? ഇറ്റ്സ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ക്രിയേറ്റീവ് പ്രോസസ്സസ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായ ധാരണയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ആനന്ദത്തിന് വേണ്ടി മാത്രമല്ല സർഗാത്മികമായിട്ടുള്ള പ്രക്രിയകളെ നമ്മൾ വിനിയോഗിക്കേണ്ടുന്നത്. അതിനൊരു ഏറ്റവും പ്രകടമായ ഒരു തിളക്കമാർന്ന ഉദാഹരണമാണ് ആടുജീവിതം, അല്ലേ? ആടുജീവിതം എന്നുള്ള പുസ്തകം, ആടുജീവിതം എന്നുള്ള സിനിമ മലയാളികളുടെ മാത്രമല്ല, അപ്പോൾ ഭാഷയ്ക്കുപരിയായി അതിപ്പോൾ ഒരു വലിയ ഒരു വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ആനന്ദം കണ്ടെത്തിയത് കൊണ്ടല്ല, അല്ലേ? അതിലേറ്റവും പ്രകടമായി നിൽക്കുന്ന വികാരം എന്താണ് ആടുജീവിതത്തിൽ? ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടാണ്, ക്ലേശങ്ങളാണ്, ബുദ്ധിമുട്ടാണ്. ആ ക്ലേശങ്ങളും ശോകവും സന്താപവും എല്ലാം മനുഷ്യ മനസ്സിനെ കൂടുതൽ ആരോഗ്യപ്രദമാക്കുവാനും സമചിത്തതയോടെ നമ്മൾ പെരുമാറുവാനും സഹായിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ഇന്നത്തെ ലോകത്തിൽ, ആധുനിക ലോകത്തിൽ 2 കാര്യങ്ങളെ നമ്മൾ വല്ലാതെ മഹത്വവൽക്കരിക്കുന്നുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഒന്ന്, ദി ഐഡിയ ഓഫ് ഹാപ്പിനെസ്, സന്തോഷം എന്നുള്ള ഒരാശയം.
ഒരുപാട് മഹത്വവൽക്കരിക്കുന്നുണ്ട് നമ്മൾ. 2, ദി ഐഡിയ ഓഫ് യൂത്ത് എന്നുള്ളത്, യൗവനത്തെ ഒരുപാട് മഹത്വവൽക്കരിക്കുന്നുണ്ട്. രണ്ടാമത്തേത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. പക്ഷെ ആദ്യത്തേത് സന്തോഷം എന്നുള്ളത് മാത്രമല്ല അഭികാമ്യമായിട്ടുള്ള ഒരു വികാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സന്തോഷം വരുന്ന പോലെ തന്നെ സന്താപവും നമുക്കുണ്ടാവണം എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ട് വെണ്ണിക്കുളത്തിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ലോകവും നാഗവും എന്നുള്ളതാണ് കവിതയുടെ പേര്. ശോകമെന്തെന്നറിയാത്ത ഭോഗമാത്ര പ്രസക്തമാം ലോകമെത്ര നാഗമെങ്കിലും നന്നല്ല നൂനം. എന്താണ്? ശോകമെന്തെന്നറിയാത്ത ഭോഗമാത്ര പ്രസക്തമാം ലോകമെത്ര നാഗമെങ്കിലും, നാഗം എന്ന് വെച്ചാൽ സ്വർഗം എന്നാണ് അർത്ഥമല്ലോ. അപ്പോൾ ശോകമെന്തെന്നറിയാത്ത ഭോഗമാത്ര പ്രസക്തമാം ലോകമെത്ര നാഗമെങ്കിലും നന്നല്ല നൂനം. തീർച്ചയായിട്ടും ശോകമെന്താണെന്നറിയാത്ത ഭോഗത്തിൽ മാത്രം ത്രസിക്കുന്ന ലോകം സ്വർഗതുല്യമാണ് എന്ന് തോന്നിയാലും അത് തീർച്ചയായിട്ടും നല്ലതല്ല എന്നാണ് കവി അതിൽ പറയുന്നത്. അതിനേക്കാളും പ്രസക്തമായിട്ടുള്ള ഒരു വരി നമ്മുടെ ഇന്നത്തെ ഉദ്യമത്തിന് സഹായകരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ സന്തോഷവും ഉന്മാദവും ആനന്ദവും ആഹ്ലാദവും നമ്മൾ എന്തൊക്കെ പദം ഉപയോഗിച്ചാലും ഇതെല്ലാം ഈ പറയുന്ന ഒരു ബേസിൽ ഗംഗ്ലിയുടെ ഒരു സെൻറ്ററിലാണ് പോയി തട്ടുന്നത്. അപ്പോൾ അവിടെ എത്തിച്ചേരുവാനായിട്ടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ഒരു ത്വര, അത് സാമൂഹികമായും നമ്മുടെ ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയായും ഒക്കെ നമ്മൾ എല്ലാവരും എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു നിർബന്ധത്തിന് കൂടി വഴങ്ങിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വ്യക്തിയുടെ അടിമത്തല്ല, ഒരു സമൂഹത്തിൻ്റെ അടിമത്താണ്. നമ്മൾ ബൈബിളിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും ഗീതയിലാണെങ്കിലും മറ്റേത് മതഗ്രന്ഥത്തെ, ദൈവിക ഗ്രന്ഥത്തെ എടുത്തു നോക്കിയാലും അതിലെത്ര പ്രാവശ്യമാണ് സന്തോഷം, ആനന്ദം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതിലൊന്നിലും എല്ലാ കാലത്തിലും മനുഷ്യൻ സന്തോഷമായിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല, അല്ലേ? ശാന്തിയും സമാധാനവുമാണ് കൂടുതൽ അതിലൊക്കെ നമ്മളെ ഉപദേശിക്കുന്നത്. ഒരിടത്തും നമ്മളെന്നും സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് ഒരിടത്തും ആരും പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സന്തോഷത്തിനൊരു അമിത പ്രാധാന്യം നൽകുകയും മറ്റ് വികാരങ്ങൾക്ക് ഒരു വില്ലൻ ഫോം നൽകുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും. എല്ലാ വികാരങ്ങളും മനുഷ്യ മനസ്സിന് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, പക്ഷേ ഒന്നും അളവിന് മീതെ പോകുന്നത് നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതവും ഒപ്പം സർഗാത്മികമായിട്ടുള്ള പ്രക്രിയകളുമൊക്കെ ആ ഒരു സമചിത്തതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് മൂന്നാമത് എനിക്ക് വയ്ക്കുവാനുള്ളൊരു അപേക്ഷ. എൻ്റെ കുഞ്ഞിനിപ്പോൾ 6 വയസ്സായി. അപ്പോൾ അവൻ ജനിച്ചു വീണ അന്ന് മുതൽ ഇന്ന് വരെ എത്ര പ്രാവശ്യം ചിരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? കുഞ്ഞുങ്ങൾ ചിരിക്കുകയാണോ കരയാണോ കൂടുതൽ ചെയ്യുക? കരയും, അല്ലേ? അപ്പോൾ ജനിച്ച് വീണ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആദ്യം മുതൽ കരഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുക. നൈസർഗികമായി ജൈവികമായി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വികാരങ്ങൾ അതിനെ അടിച്ചമർത്തുവാനും നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് അതിനെ കെട്ടിപ്പൂട്ടുവാനുമുള്ള ഒരു നിരന്തര ശ്രമം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കാറുണ്ട്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുന്നത്, അല്ലേ? ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നെ ആക്ച്വലി അവർ ഒരു അഭിമുഖം എടുക്കുവാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവർക്കൊരു പെൺകുട്ടിയായിരുന്നു, എൻ്റെ അതേ പ്രായത്തിലുള്ള എനിക്കൊരു ആൺകുട്ടിയും. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോഴും ചിലപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞ് 2-2.5 വയസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലിയ കരച്ചിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. നീ ഒരു ആൺകുട്ടിയല്ലേടാ, എന്തിനാടാ ഇങ്ങനെ കരയുന്നത് എന്നുള്ള ഒരു ചോദ്യം. ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ള ഒരു അന്തർധാര ഇങ്ങനെ നമുക്കൊക്കെ ഇടയിൽ എവിടേക്കോ കിടന്ന് കളിക്കുന്നുണ്ട് ഇപ്പോഴും.
അപ്പോൾ എന്നെ ഈ അഭിമുഖം ചെയ്യാൻ വന്ന കുട്ടി എന്നോട് പറഞ്ഞു, മാഡം ഞാൻ ഇത്ര പ്രായമായിട്ടും എൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ അതിഥികളൊക്കെ വന്നിരിക്കുന്ന ആ നടുമുറ്റത്ത് കയറിയിരുന്ന് ഞാനൊന്ന് അട്ടഹസിച്ചാൽ അപ്പം എന്നോട് പറയും, നീ ഒരു പെങ്കൊച്ചല്ലേ ഇങ്ങനെ കിടന്ന് അലറിച്ചിരിക്കുന്നത് എന്തിനാണെന്ന്. അപ്പോൾ ഇത് തന്നെ ഈ ഭൂമികകൾ ഒന്ന് മാറ്റിയാൽ ആർക്കും ഒരു പ്രശ്നമില്ല. പെൺകുട്ടികൾ കരഞ്ഞാലും പ്രശ്നമില്ല, ആൺകുട്ടികൾ ചിരിച്ചാലും പ്രശ്നമില്ല. പക്ഷേ ആൺകുട്ടികൾ കരഞ്ഞാൽ പ്രശ്നമാണ്, പെൺകുട്ടികൾ ചിരിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ തെറ്റായിട്ടുള്ള രീതികളും ചില ചിട്ടവട്ടങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷകളും ചിട്ടവട്ടങ്ങളും ഒക്കെ മാറ്റണം എന്നുള്ളതാണ് സർഗാത്മികതയ്ക്ക് തിരികൊളുത്തുവാനുള്ള ആദ്യത്തെ പടി എന്നുള്ളത്. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, സത്യസന്ധമായ വികാരങ്ങൾ പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാവണം. അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും. നമ്മൾ ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലാണ് എന്നുള്ളത് മറ്റാരോടും പറയാനാകാതെ വിങ്ങിപ്പൊട്ടി ഉള്ളിൽ കഴിയേണ്ടുന്ന ഒരു സാഹചര്യം ആർക്കും ഉണ്ടാവരുത്. എന്നും ജീവിതത്തിൽ സന്തോഷിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള ഒരു അമാനുഷികമായിട്ടുള്ള ഒരു പ്രതീക്ഷയും മനുഷ്യനുണ്ടാവരുത്. അപ്പോൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനായുള്ള ഒരു സേഫ് സ്പേസ് എന്നുള്ളത് നമുക്ക് സഭയുടെ കീഴിലാണെങ്കിലും വിദ്യാലയങ്ങളിലാണെങ്കിലും ഒക്കെ, ഞാനൊരു കൗൺസിലിംഗ് സെൻറ്റർ എന്നുള്ളൊരു നിലയിലല്ല ഞാൻ പറയുന്നത്, പ്രശ്നമുള്ളവർക്ക് മാത്രം വരാനുള്ള ഒരിടമല്ല ഞാൻ പറയുന്നത്. വികാരങ്ങൾ അതിൻ്റെ തനതായ രീതിയിൽ വിലയിരുത്തപ്പെടാതെ പ്രകാശിപ്പിക്കുവാൻ ഒരിടം നമ്മുടെ കുട്ടികൾക്ക് വേണം. അതൊരു വികാരം ശരിയാണെന്നും മറ്റൊരു വികാരം തെറ്റാണെന്നും ഒന്ന് അഭികാമ്യമാണെന്നും മറ്റൊന്ന് അഭികാമ്യമല്ല എന്നും ഒക്കെയുള്ള ചിന്തകൾക്ക് അതീതമായി ബിയോണ്ട് ദ ഗുഡ് ആൻഡ് ഈവിൽ ഐ വിൽ മീറ്റ് യു അറ്റ് എ പ്ലേസ് എന്ന റൂമിയുടെ ഒരു വചനത്തിൽ പറയുന്നത് പോലെ, അങ്ങനെ മനസ്സിൽ ജൈവികമായി ഉണർന്നു വരുന്ന വികാരങ്ങളെ എന്താണെന്ന് തിരിച്ചറിയുവാനും അവയെ പ്രകാശിപ്പിക്കാനുമുള്ള ഒരിടം നമുക്ക് നൽകാൻ സാധിക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താമസിയാതെ നമ്മുടെ ഗ്രീക്ക് ഐതിഹ്യത്തിൽ പറയുന്നത് പോലെ ഒരു പ്രൊക്രൂസ്റ്റസ് ബെഡ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഒരു ഇരുമ്പ് കട്ടിലാണ്. ആ ഇരുമ്പ് കട്ടിലിൽ വന്ന് കിടക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ കട്ടിലിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ കയറി കിടക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു കൂട് പോലുള്ള കട്ടിലാണ്, ഇരുമ്പ് കട്ടിലാണ്. അപ്പോൾ വന്ന് കിടക്കുന്ന വ്യക്തിക്ക് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യോ കാലോ മുറിച്ചു മാറ്റി അതിൻ്റെ അകത്ത് കിടത്തും. ഇനി വന്ന് കയറുന്ന വ്യക്തിക്ക് നീളം കുറവാണ്, വീതി കുറവാണ് എന്നുണ്ടെങ്കിൽ അയാളെ വലിച്ചു നീട്ടി അതിൻ്റെ ഉള്ളിൽ കൃത്യമായി കിടത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് പ്രൊക്രൂസ്റ്റസ് ബെഡിൻ്റെ ഒരു കഥ എന്നുള്ളത്, ഒരു ഐതിഹ്യം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊക്രൂസ്റ്റസ് ബെഡ് പോലെ നമ്മുടെ സമൂഹം മാറിപ്പോകും. സമൂഹത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരു ഇരുമ്പ് കട്ടിലിനുള്ളിൽ കൃത്യമായ അളവിൽ മാത്രം വികാരങ്ങളും അനുഭവങ്ങളും ഒക്കെ മാറ്റിയെടുക്കണം. ഒന്നുകിൽ അതിനെ അടിച്ചു പരത്തി ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായും വെക്കണം, അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ എത്രയാണോ കൊള്ളുന്നത് അത് മാത്രം അതിൻ്റെ അകത്ത് ഇടുക. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ബേക്കിംഗ് ട്രെയിൻ്റെ അകത്ത് എടുത്ത് വെക്കുന്ന പോലെയാണ്. അത് മൊത്തം നിറയുന്നത് വരെ ഒന്നിലത് പരത്തി കൊടുക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളത് അതിൻ്റെ അകത്ത് ഇടാതിരിക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത്തരത്തിൽ വികാരങ്ങളുടെ ഒരു പ്രൊക്രൂസ്റ്റസ് ബെഡ് എന്നുള്ളൊരു നിലയിൽ നമുക്ക് സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. ആ ഒരു സംഘർഷത്തിലും കൂടി പെട്ടാണ് ഒരു പക്ഷേ പലരും ഇത്തരത്തിലുള്ള എളുപ്പ വഴികൾ തേടി ഈ കെണികളിൽ പെട്ടുപോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് എനിക്ക് ഡ്രക്സിറ്റ് സമ്മിറ്റിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ളത്. ഒരു അഭ്യർത്ഥന കൂടിയായിട്ടാണ്. ഒന്ന്, നമ്മാലാകുന്ന എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും അധ്വാനശീലം വളർത്താൻ ശ്രമിക്കുക. 2, സുരക്ഷിത വലയമായ ബന്ധുമിത്രാദികൾ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുവാനായി സഹായിക്കുക. 3, സത്യസന്ധമായി സമഭാവനയോടുകൂടി വികാരങ്ങൾ പ്രകാശിപ്പിക്കുവാൻ ഒരിടം
വാർത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്രയും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനി മുന്നോട്ട് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ വീണ്ടും കൂടുതൽ വ്യക്തികൾക്കൊപ്പം നമുക്ക് ഈ സന്ദേശങ്ങൾ പങ്കുവെക്കുവാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡ്രഗ്സ് എറ്റ് സമ്മിറ്റിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും പ്രത്യേകിച്ചും തിരുമേനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നന്മ വളരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നമസ്കാരം.